തൊഴിലാളികളെ ജോലിക്കെടുക്കുമ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരെ തിരഞ്ഞെടുക്കണമെന്ന നിയമം UAE കർശനമാക്കിയാണ്. 20% തൊഴിലാളികളെയെങ്കിലും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അത് പ്രധാനമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച നിർദ്ദേശമാണ് വിസ സേവന സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പുതിയ വിസയ്ക്ക് വേണ്ടി ഓൺലൈനായി അപേക്ഷിക്കുമ്പോഴാണ് ഈ നിർദ്ദേശം ലഭിക്കുക. അതായത് പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വന്നതായി വിസ സേവന ദാതാക്കൾ അറിയിക്കുന്നുണ്ട് എന്ന കാര്യം കൂടിയാണ് സുരേഷ് വെള്ളിമുറ്റം പറഞ്ഞത്. 20% ഈച്ച് നാഷണാലിറ്റി എന്നുള്ളൊരു പുതിയ നിയമമാണ് നമുക്ക് ഇന്നലത്തെ 2 ദിവസമായിട്ട് അറിയാൻ കഴിയുന്നത്. അപ്പോൾ വ്യത്യസ്തമായ എല്ലാ രാജ്യക്കാർക്കും വൈവിധ്യമാർന്ന മേഖലയിലുള്ള ആളുകൾക്കുള്ള എല്ലാ നാഷണാലിറ്റിക്കാർക്കും സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുതുതായി വിസ മാറി അടിക്കുന്നവരും അതുപോലെ പുതിയ വിസയിൽ വരുന്നവരും നിലവിൽ ഉള്ള കമ്പനി പുതുതായി പോകുന്ന കമ്പനിയിൽ നമുക്ക് ആ കോട്ട ഉണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തണം. ചിലരെങ്കിലും അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കാരണം ഒരുപാട് പേര് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾക്ക് നാഷണാലിറ്റിക്ക് ചെറിയ ഇഷ്യൂസ് എന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഇന്ത്യക്കാർക്ക് ഒരിക്കലും വിസ നിർത്തലാക്കിയിട്ടില്ല. വിസ മാറുന്ന ആളുകൾ പുതിയ കമ്പനിയിൽ നമ്മൾക്ക് ആ കോട്ട, അതായത് ഈക്വലായിട്ടുള്ള കോട്ട ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ആ കമ്പനിയിലേക്ക് മാറാൻ പാടുള്ളൂ. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഫൈനിലേക്കല്ലേ ഉള്ളൂ. ഇപ്പം പുതുതായി തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്കും അത് ബാധകമല്ല. പുതുതായി തുടങ്ങുന്ന സ്ഥാപനങ്ങളിൽ ആദ്യത്തെ കോട്ടയിലൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ പഴയ കമ്പനിയിൽ ഇപ്പോൾ ഒരു കമ്പനിയിലൊരു എക്സാമ്പിൾ ഒരു 20-25 ഇന്ത്യക്കാരും മറ്റുള്ള നാഷണാലിറ്റിക്കാർ 10 അതിൽ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ തുല്യതയിൽ അത് എടുക്കേണ്ടത് വരും.